ഗുഡ് മോർണിംഗ്. പ്രോബ്ലം സെറ്റ് 2 ഞാൻ പ്രോബ്ലം സെറ്റ് 2 തന്നായിരുന്നു, അതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പോൾ പ്രോബ്ലം സെറ്റ് 2 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു ഗോസസ് ലോനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ഗോസസ് ലോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോസസ് ലോ ഈസ് ഓൺലി വാലിഡ് ഫോർ ക്ലോസ്ഡ് സർഫസസ്. ക്ലോസ്ഡ് സർഫസിന് മാത്രമാണ് ഗോസസ് ലോ വാലിഡ്. ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റണം, അതാണ് ക്ലോസ്ഡ് സർഫസ്. എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനത്തിനാണ് നമ്മൾ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ തൊപ്പി ഒന്നും ഒരു ക്ലോസ്ഡ് സർഫസ് അല്ല, കാരണം അതിനകത്തൊരു സാധനം ഇട്ട് വെക്കാം. ഞാൻ മറച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള സാധനം താഴത്തേക്ക് വീണ് പോകും. നമുക്ക് ഇട്ട് വെക്കാൻ പറ്റില്ല, ഇട്ടിട്ട് കുലുക്കിയാലൊന്നും പുറത്തേക്ക് പോകാത്തൊരു സർഫസ്, അതിനാണ് നമ്മൾ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയാം. അത്തരം സർഫസിന് മാത്രമാണ് ഗോസസ് ലോ വാലിഡ് ആയിരിക്കുക. അപ്പൊ ഗോസസ് ലോ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഗോസസ് ലോ പറയുന്നതെന്ന്. അതായത് ഗോസസ് ലോ പറയുന്നത്, ഞാനൊരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ഇതാണ് എന്റെ ക്ലോസ്ഡ് സർഫസ്. ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പ് ഒന്നുമില്ല. നിങ്ങൾ സ്ഫിയർ അല്ല, റെക്ടാംഗിൾ, ക്യൂബ് അല്ല, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ഷേപ്പ്, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നുമല്ല ഇത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഫ്ലെക്സ് കാണാം. ഇങ്ങനെയാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സർഫസ് ഒന്നുമല്ല. അപ്പൊ ഇതിന്റെ ഫ്ലെക്സ് കാണാൻ ഞാൻ ആദ്യം ഒരു ചെറിയൊരു സർഫസ്, ചെറിയൊരു ഏരിയ എടുക്കും, ഡി എ. ചെറിയൊരു ഏരിയ എടുക്കും, അതിനാണ് ഞാൻ പറയുന്നത് ഡി എ. വിചാരിക്കാം ഇവിടെ 2 ചാർജുകളുണ്ട്, Q1, ഉള്ളിൽ 2 ചാർജുകളുണ്ട്, Q1, Q2, പുറത്തൊരു ചാർജ് ഉണ്ട്, Q3. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ ചെറിയൊരു സർഫസ്, ചെറിയൊരു ഏരിയ എടുക്കുന്നു, ഡി എ. ഈ ഡി എയില് ആ ഡി എയുടെ സെന്ററിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാം. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ആർക്ക് കാരണമായിരിക്കും ഉണ്ടാവുക? കുറച്ച് ദൂരത്ത് Q1 ഉണ്ട്, അപ്പൊ Q1 കാരനോട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, Q2 കാരനോട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, Q3 കാരനോട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതായത് ഈ 3 ഇലക്ട്രിക് ഫീൽഡിന്റെയും ടോട്ടൽ സമ്മാണ് ഇവിടത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. അതിനെയാണ് ഞാൻ E1 എന്ന് പറയുന്നത്. അതാണ് E1. ഈ E1 ഡോട്ട് ഡി എ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഏരിയ എടുക്കും, ഡി എ. അവിടെയും Q3ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, Q1 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, Q2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. 3 കൂടി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിനെയാണ് E2 എന്ന് പറയുന്നത്. ആ E2 ഡോട്ട് ഡി എ ചെയ്യാം. അപ്പൊ എനിക്ക് ഈ ചെറിയ രണ്ടാമത്തെ ഏരിയയിലത്തെ ഫ്ലെക്സ് കിട്ടും. അങ്ങനെ എല്ലാ ഏരിയയിലും ഞാൻ ഇങ്ങനെ ഈ ഡോട്ട് ഡി എ വെച്ച് ചെയ്യാം, എന്നിട്ട് എല്ലാതും കൂട്ടി സം ചെയ്യാം. അപ്പൊ ചെറിയ സർഫസിന്റെ ഒക്കെ ഞാൻ ഇലക്ട്രിക് ഫ്ലെക്സ് കാണുന്നു. ഈ ചെറിയ സർഫസിനൊക്കെ അവസാനം മൊത്തം കൂടി കൂട്ടുന്നു. അതിനാണ് നമ്മൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇ ഡോട്ട് ഡി എ, ഓരോ ചെറിയ ഏരിയയിലും ഇ ഡോട്ട് ഡി എ കാണാം, എല്ലാതും കൂടി കൂട്ടുക. അതാണ് ഈ ഇന്റഗ്രലിന്റെ അർത്ഥം, അല്ലെ? ഈ ക്ലോസ്ഡ് എന്തിനാണ്? ഇതൊരു ക്ലോസ്ഡ് സർഫസ്, അതായത് ഫുൾ സർഫസ് ഞാൻ കവർ ചെയ്യണം. ഈ ഡി എ വെച്ച് എല്ലാ സർഫസിലുള്ള ചെറിയ ഏരിയകളും ഞാൻ കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് ഗോസസ് ലോ. അപ്പോ ശ്രദ്ധിക്കേണ്ട വശം ഈ എന്താണ്? ഈ എന്ന് പറഞ്ഞാൽ ഞാൻ ഡി എ ഏരിയ എടുത്ത ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആരൊക്കെ കാരണമാണ്? Q1 കാരണമുണ്ട്, Q2 കാരണമുണ്ട്, Q3 പുറത്തൊരു ചാർജ് നിൽക്കുന്നുണ്ട്, അയാൾ കാരണമുണ്ട്. ഇനി പ്ലൂട്ടോയിൽ ഞാൻ ചാർജ് വെച്ചിട്ടുണ്ട്, പ്ലൂട്ടോയിലൊരു ചാർജ് ഉണ്ട്. ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് വരാം. നമുക്ക് പറയാൻ പറ്റില്ല ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആ ഇലക്ട്രിക് ഫീൽഡിന് വേണേൽ ഇവിടെ വന്നിരിക്കാം. അപ്പൊ യൂണിവേഴ്സിൽ എവിടേക്ക് ഒരു ചാർജ് വെച്ചിട്ടുണ്ടെങ്കിലും ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് വേണമെങ്കിൽ ഇവിടെ അത്രയും സ്ട്രോങ് ആണെങ്കിൽ ഇതിനൊക്കെ ഇവിടെ വരാം, ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരാം. അപ്പൊ ഈ ആര് കാരണമുള്ളതാണ്? പുറത്തുള്ള ലോകത്തിലെ എല്ലാ ചാർജുകളും, ഈ പരിസരത്ത് ഏതൊക്കെ ചാർജ്, ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, എല്ലാ ചാർജുകളും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഇതൊക്കെ കൂടി ഞാൻ കൂട്ടുക. അങ്ങനെയല്ല, ആ ക്ലോസ്ഡ് സർഫസിലെ എല്ലാ ഡിയും കൂടി ഞാൻ കൂട്ടുക. അപ്പം നമുക്ക് ആ ക്ലോസ്ഡ് സർഫസ് ഏരിയ ഫുള്ളായിട്ട് കവർ ആവും. അതാണ് ഈ കാണുന്നത്. അത് എന്തിനു ഈക്വൽ ആണെന്നാ പറയുന്നത്? Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. നമ്മുടെ ക്ലോസ്ഡ് സർഫസ് ഉള്ളിൽ എത്ര ചാർജ് ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഈ എന്ന് പറഞ്ഞാൽ എല്ലാ ചാർജുകളും, പുറത്തുള്ള ചാർജ്, എല്ലാ ഉള്ളിലുള്ള ചാർജ്, എല്ലാ ചാർജുകളെയും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണിത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പറയുന്നു ഉള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിനുള്ളിലുള്ള മാത്രം ചാർജാണ്. കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഈക്വൽ സൈൻ ഉണ്ട്. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നു. ലോകത്തുള്ള സകല ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ ഫ്ലെക്സ് കാണുന്നു. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ടിന്. ഈ Q എന്ന് പറഞ്ഞാൽ സർഫസിന് ഉള്ളിലുള്ള ചാർജ് ഈക്വൽ ആണെന്ന് പറയുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാനൊരു ഇത് ഇവിടെയാണ് ഗോസസ് ലോന്റെ ഏറ്റവും മനോഹാരിത ഒളിഞ്ഞിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സർഫസ് വിചാരിക്കാം. ഇതാണ് സർഫസ്. ഇവിടെ ഒരു Q1 ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q2 ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q3 ചാർജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചെറിയ സർഫസ് എടുത്തു. ഇതാണ് DA. ഇവിടുത്തെ ഫ്ലെക്സ് ഞാൻ കാണുന്നു. ഇവിടുത്തെ ഫ്ലെക്സ് ഞാൻ കാണുമ്പോൾ നിങ്ങൾ അറിയണം, ഈ ഫ്ലെക്സ് കാണാൻ E ഡോട്ട് D ആണ് ചെയ്യാം. ഈ ആരൊക്കെ ഉണ്ട്? Q3 ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്. Q1 ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ്, Q2 ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ്, Q3 നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലോട്ടാണ് അല്ലെ. അപ്പൊ Q3 ഇലക്ട്രിക് ഫ്ലക്സ് അവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ E ഡോട്ട് D യില് ഈ ഫസ്റ്റത്തെ ഇതിനെ ഞാൻ E1 എന്ന് പറയുന്നു. ഈ E1ല് Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. അതിൽ Q3 നെഗറ്റീവ് ആണ്, കാരണം ഉള്ളിലോട്ടാണ് പോകുന്നത്. ഉള്ളിലോട്ട് പുറത്തേക്കാണ് പോകുമ്പോഴാണ് പോസിറ്റീവ്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഉള്ളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ Q3യുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. Q3 കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു സർഫസ് എടുക്കുന്നു, ഇതിന് നേരെ ഓപ്പോസിറ്റ് സർഫസ് എടുക്കുന്നു. അതും അതിനെ ഞാൻ E2 എന്ന് പറയുന്നു. ഇവിടുത്തെ ഏരിയയാണ് DA. അപ്പൊ ഞാൻ ഇവിടുത്തെ ഫ്ലെക്സ് കാണുന്നു, അതാണ് E2 ഡോട്ട് DA. ഈ E2 ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? E2 ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? Q1നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, Q2നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, Q3നെ അതായത് ഈ E2 ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? Q1നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, Q2നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, Q3നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Q1 പുറത്തേക്കാണ്, Q2 പുറത്തേക്കാണ്, Q3 പുറത്തേക്കാണ്. അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആണ് അല്ലെ. എല്ലാവരും പോസിറ്റീവ് ആണ്, എല്ലാവർക്കും പോസിറ്റീവ് ആണ് വരിക. തീറ്റ 0 ആണ്, അപ്പൊ എല്ലാവർക്കും പോസിറ്റീവ് ആണ് വരിക. അപ്പൊ Q3ക്ക് അത് പോസിറ്റീവ് ആണ്. Q1നും Q2നും E2നും പോസിറ്റീവ് ആണ്, E1ലും പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, E1 ഡോട്ട് D യിൽ ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? Q1ന്റെ, Q2ന്റെ, Q3ന്റെ. E2 ഡോട്ട് D യിൽ ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? Q1ന്റെ, Q2ന്റെ, Q3ന്റെ. പക്ഷെ ഈ മൊത്തം ഈ രണ്ടും കൂടി ഞാൻ കൂട്ടുകയാണെങ്കിൽ ഇവിടെ Q3 നെഗറ്റീവ് ആണ്, ഇവിടെ Q3 പോസിറ്റീവ് ആണ്. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ E1 E2 ആരുടെ മാത്രം പ്രോപ്പർട്ടിയാണ്? Q1 Q2ന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഞാൻ ഇങ്ങനെ ക്ലോസ് ഇന്റഗ്രൽ E ഡോട്ട് D എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ പാർട്ടിക്കിളിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ, ഞാൻ ക്ലോസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ ഇന്റഗ്രലിനകത്തുള്ള എല്ലാ സർഫസിനെയും നമ്മൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ പുറത്തുള്ള ചാർജുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ടോട്ടൽ ചാർജ് അവസാനം വരുന്ന ഫ്ലക്സ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ? Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ള ചാർജുകളൊക്കെ ബാക്കിയുള്ള ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡൊക്കെ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ഇതാണ് ഗോസസ് ലോയുടെ ഏറ്റവും മനോഹരമായ ഒരു പരിപാടി. അപ്പോൾ ഈ ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ്ഡ് സർഫസ് വേണം, ക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിലേ ക്ലോസസ് ലോ ഒബേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ സർക്കിൾ ഇടാൻ മറക്കരുത്. ഇതായിരുന്നു നിങ്ങളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെയാണ് ചോദിച്ചത്. ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിന്റെ സെന്ററിൽ ഞാനൊരു എക്സാക്ട്ലി സെന്ററിൽ ഞാൻ ഒരു ചാർജ് Q വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലൂടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എത്രയാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നേരത്തെ ഗോസ് ലോ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഫ്ലെക്സ് കാണുമ്പോൾ പുറത്തുള്ള ചാർജിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഉള്ളിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ്. ഇതിലൂടെ എല്ലാ സർഫസിലൂടെയും മൊത്തം വരുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q ബൈ എപ്സിലോൺ നോട്ട് ആയിരിക്കും. പക്ഷെ എന്നോട് ഏതെങ്കിലും ഒരു സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ചോദിച്ചത്. അപ്പൊ ചാർജ് എവിടെയാണ് ഇരിക്കുന്നത്? സെന്ററിലാണ്. അപ്പൊ സെന്ററിൽ ഇരിക്കുന്ന ചാർജിന് നിങ്ങൾ വിചാരിക്കും ഇവിടെ ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജ് ഉണ്ട്. ആ സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക് എല്ലാ സർഫസും ഒരുപോലെയാണ്. അവരിന്ന് ഒരേ ഡിസ്റ്റൻസിലാണ് എല്ലാ സർഫസും ഇരിക്കുന്നത്. അതായത് ആ ചാർജിന് ഒരു പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇയാൾക്ക് കുറച്ച് കൂടുതൽ ഫ്ലെക്സ് കൊടുക്കണം, മറ്റാൾക്ക് കുറച്ച് കുറവ് ഫ്ലെക്സ് കൊടുക്കണം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതായത് എല്ലാതും ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഒരേ രീതിയിലാണ്. എല്ലാ സറൗണ്ടിങ്സ് ഒക്കെ ഒരുപോലെയാണ് ആ ക്യൂവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ടായിരിക്കും ഫ്ലെക്സ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഫ്ലെക്സ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ 6 സർഫസിനും ഈക്വൽ എമൗണ്ട് ഫ്ലെക്സ് ആണ് കൊടുക്കുന്നത്. ആ 6 സർഫസും കൂടി എല്ലാതും കൂടി കൂട്ടിയതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് Q ബൈ എപ്സിലോൺ നോട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സർഫസിന് എത്രയായിരിക്കും? മൊത്തം 6 സർഫസ് ആണുള്ളത്. 6 സർഫസിന്റെയും കൂടിയാണ് Q ബൈ എപ്സിലോൺ നോട്ട്. എല്ലാത്തിനും ഈക്വൽ ആണ്. അപ്പൊ ഒരു സർഫസിന് എത്രയായിരിക്കണം? Q ബൈ 6 എപ്സിലോൺ നോട്ട് ആയിരിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഇതായിരുന്നു സെക്കൻഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു റിങ് ഇരിക്കുന്നുണ്ട്. റിങ്ങിന്റെ റേഡിയസ് 6 ആണ്. ഈ റിങ്ങിനെ കുറിച്ച് നമുക്കറിയാം,
റിങ്ങിന്റെ സെൻട്രൽ ഇതൊരു ലാംഡ ചാർജ് ഡെൻസിറ്റി ഉള്ള റിംഗ് ആണ്. അപ്പൊ റിങ്ങിന്റെ സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ എന്ന് എനിക്കറിയാം. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സീറോ ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. കുറെ ഹൈറ്റിക്ക് കുറെ ദൂരത്തേക്ക് പോയാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സീറോ ആയിരിക്കും. ഇവിടെയും സീറോ ആണ്. ഇതാണ് ഹൈറ്റ് കേട്ടോ. അപ്പൊ ഞാൻ പാർട്ടിക്കിളിന് ഓരോ ഹൈറ്റിൽ വെച്ചാൽ ഓരോ ഇന്റൻസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്, കുറെ ദൂരത്തെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. അപ്പൊ രണ്ട് എൻഡിലും ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സീറോ ആണ്. അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഹൈറ്റിക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ചെറുതായി ഇങ്ങനെ കൂടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടും. ഇതിങ്ങനെ കൂടി അങ്ങനെയുണ്ട് പോകും. കൂടി അങ്ങനെയുണ്ട് പോകില്ല. കാരണം കുറെ ദൂരത്ത് പോയത് താവണം. അതായത് കുറച്ച് ഹൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്താൽ പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ടായിരിക്കും. ഇങ്ങനെ കുറഞ്ഞ് സീറോ ആവണം. ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഒരു ഗ്രാഫ് വരേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സെൻട്രലി സീറോ ആണ്, കുറെ ദൂരത്തും സീറോ ആണ്. അതായത് ഇടയിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടുന്നുണ്ടാവും. കൂടി ഒരു ഹൈറ്റ് വരെ കൂടും. അത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ് പിന്നെ അവസാനം കുറെ ദൂരത്തേക്ക് എത്തുമ്പോൾ സീറോ ആവും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഗ്രാഫിന് വരേണ്ടത്. നമ്മളോട് ചോദ്യം ഇതാണ്, എത്ര ഹൈറ്റിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം? എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം? ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ ഹൈറ്റ് എത്ര ഹൈറ്റ് ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പൊ എനിക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം വരുന്ന പോയിന്റിൽ ഞാൻ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും. അതായത് ഡോ ഇ ബൈ ഡോ സെറ്റ്, മാക്സിമം ഹൈറ്റില് ഡോ ഇ ബൈ ഡോ സെറ്റ് സീറോ ആയിരിക്കും. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഫോർമുല എന്താ? റിങ്ങിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. 1/4π എപ്സിലോൺ നോട്ട് 2 ലാംഡ പൈ ആർ സെറ്റ് ബൈ ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആണ്. ഇതിന്റെ ഡോ ഇ ബൈ ഡോ സെറ്റ് സീറോ ആവുന്ന പോയിന്റിലായിരിക്കും മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഡോ ഇ ബൈ ഡോ ഡി ബൈ ഡി സെറ്റ് ചെയ്യാം. ഡി ബൈ ഡി സെറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/4π എപ്സിലോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത് കോൺസ്റ്റന്റ് ആണ്. 2 ലാംഡ പൈ ആറും പുറത്തേക്ക് എടുക്കാം. കാരണം സെറ്റിന്റെ ടൈമിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ളൂ. ഡി ബൈ ഡി സെറ്റ് ഓഫ് സെറ്റ് ബൈ ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 3/2. എത്രയാണ് വാല്യൂ കിട്ടുന്നത്? സീറോ ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് അങ്ങോട്ട് പോകുമ്പോൾ കോൺസ്റ്റന്റ് സീറോ ആയിട്ട്. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആവശ്യം ഇവിടെ ഇല്ല. ഇതെന്താണ് ഇപ്പോ സെറ്റ് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. ഇത് കോഷ്യന്റ് റൂൾ ആണ്. എന്താണ് കോഷ്യന്റ് റൂള്? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എത്രയാ? സെറ്റിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. ഇൻറ്റു ഡിനോമിനേറ്റർ ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എത്ര? 3/2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഈ സെറ്റിന്റെ ഡെറിവേറ്റീവ് 2 സെറ്റ് ഇൻറ്റു ന്യൂമറേറ്റർ സെറ്റ് ഈക്വൽ ടു 0 ഡിവൈഡർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ഉണ്ട്. പക്ഷെ അത് അങ്ങോട്ട് വരുമ്പോൾ സീറോ ആയിട്ട് പോകുന്നത് ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ കിട്ടും. അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ 1/2 ക്യൂബ് ഉണ്ട്. ഇവിടെ 1/2 ഉള്ളൂ. അപ്പൊ 1/2 രണ്ടു പേർക്കും കോമൺ ആണ്. അപ്പൊ ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ എങ്ങനെ എത്ര ഉണ്ടായിരുന്നു? ഇവിടെ എങ്ങനത്തെ 3 1/2 ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു 1/2 പുറത്തേക്ക് എടുത്തു. ബാക്കി അപ്പൊ 2/2 ആണ് പുറത്തുണ്ടാവുക. 2/2 പറഞ്ഞാൽ 1. അപ്പൊ എത്രയാ ഉള്ളിലുണ്ടാവുക? ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 1 ആണ് ഇവിടെ ഉണ്ടാവുക. മൈനസ് ഈ 2 വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക 3 ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 1/2. സോറി, ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ 1/2 ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാവില്ല. 3 സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് കിട്ടുമ്പോ ഇതിപ്പോ എന്താ? അത് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. അപ്പൊ എന്ത് കിട്ടും? ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്ന 3 സെറ്റ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പുറത്ത് -3 സെറ്റ് സ്ക്വയർ ഉണ്ട്. രണ്ടും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി -2 സെറ്റ് സ്ക്വയർ ആണ് ഉണ്ടാവുക. ഈക്വൽ ടു 0. ഇക്വേഷൻ എന്താ പറയുന്നത്? ഇക്വേഷൻ പറയുന്നത് ചോദിക്കാൻ മനസ്സിലാവും. ഇത് രണ്ട് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം 0 കിട്ടണം. അപ്പൊ അതിന് നമുക്ക് കോമൺ സെൻസിൽ നിന്ന് അറിയാം ഒരു ടേം 0 ആവണം. എന്നാൽ രണ്ടുപേരും മൾട്ടിപ്ലൈ ഉത്തരം 0 കിട്ടും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ടേം 0 ആയിരിക്കും. ഈ ടേം 0 ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രണ്ടും കൂടി ആഡ് ചെയ്യാണ്. ഇവിടെ ഇതും പോസിറ്റീവ് നമ്പർ ആണ്, ഇതും പോസിറ്റീവ് നമ്പർ ആണ്. രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 0 പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഇത് ഇമാജിനറി ടേം ആണ്. ഇമാജിനറി ടേമിന്റെ ആവശ്യം നമുക്ക് ഇല്ല. കാരണം ഹൈറ്റ് ആണ്. ഇമാജിനറി ടേം വരില്ല. അപ്പൊ ഈ ടേം ആവില്ല 0 ആവുന്നുണ്ടാവുക. 0 ആവുന്ന ടേം ഇതായിരിക്കണം. ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇത് മൊത്തം 0 ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം 0 ആവും. അപ്പൊ ഇതാണ് 0 ആവേണ്ടത്. ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? ആർ സ്ക്വയർ മൈനസ് 2 സെറ്റ് സ്ക്വയർ എന്തായാൽ മതി? 0 ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ഈക്വൽ ടു 2 സെറ്റ് സ്ക്വയർ ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഈക്വൽ ടു r/√2 ആയാൽ മതി. ഇതെന്താ മനസ്സിലായേ? സെറ്റ് ഈക്വൽ ടു r/√2 ആണെങ്കിൽ ഈ ടേം 0 ആവും. ഈ ടേം 0 ആവും എപ്പോഴാവുക? ഈ മാക്സിമം ആവുമ്പോ അല്ലെ? ഈ മാക്സിമം ആവുമ്പോഴാണ്. അപ്പൊ സെറ്റ് r/√2 ആവുമ്പോഴാണ് ഈ മാക്സിമം ആവുന്നത്. അപ്പൊ ഈ ഹൈറ്റ് എത്രയാ?
r/√2 ആണ് അല്ലെ. നിങ്ങള് ഒരു r റേഡിയസിൽ റിംഗ് എടുക്കുക, ആ റിംഗിൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ഹൈറ്റ് നിങ്ങൾക്ക് ആ റിംഗിന്റെ റേഡിയസ് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. 100 വെച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. 6/√2 ഡിവൈഡ് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഹൈറ്റിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ഉണ്ടാവും. സെൻട്രൽ 0 ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി വരും. ഒരു ഹൈറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. ആ മാക്സിമം ഉള്ള ഹൈറ്റ് ആണ് r/√2. ഇതാണ് തേർഡ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഓക്കെ അല്ലേ. നാലാമത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് ഒരു സ്ഫിയർ ഉണ്ട്. സ്ഫിയറിന്റെ റേഡിയസ് r ആണ്. അപ്പൊ ഇത് സ്ഫിയർ ആണ് കേട്ടോ. ഇത് സ്ഫിയർ ആണ്, നിങ്ങൾക്ക് ഓർമ്മയാണ്. ഇത് സ്ഫിയർ ആണ്. ഇനി വേറെ ഒരു റിംഗ് ഉണ്ട്. റിംഗിന്റെ റേഡിയസും r ആണ്. അപ്പോ ഈ റിംഗ് സ്ഫിയറിനുള്ളിൽ കിടക്കുകയാണ്. അപ്പോ ഇങ്ങനെയാണ് വരിക. ഇത് റിംഗ് ആണ്. ഓക്കെ അല്ലേ. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് ഈ റിംഗിന്റെ സെന്റർ വരുന്നത് സ്ഫിയറിന്റെ മുകളിലാണ്. ഇതായിരിക്കും റിംഗിന്റെ സെന്റർ വരുന്നത് സ്ഫിയറിനെ ടച്ച് ചെയ്യുന്ന. അപ്പോൾ റിംഗും സ്ഫിയറും ടച്ച് ഈ പോയിന്റിലാണ് സെന്റർ വരുന്നത് പറയുന്നുണ്ട്. റിംഗുമുള്ള ടോട്ടൽ ചാർജ് റിംഗ് യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള ടോട്ടൽ ചാർജ് ഇതാണ് റിംഗ് കേട്ടോ. ഇത് റിംഗ് ആണ്. നമ്മുടെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്. സിറ്റുവേഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു സ്ഫിയർ ഇരിക്കുന്നുണ്ട്. സ്ഫിയറിന്റെ ഉള്ളിൽ ഒരു റിംഗ് ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ റിംഗുമുള്ള ടോട്ടൽ ചാർജ് Q ആണ്. എന്നോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഈ സ്ഫിയർ പാസ് ചെയ്ത് പോകുന്നത് റിംഗിന്റെ സെന്ററിലൂടെയാണ്. ഇരട്ട ക്ലൂ എനിക്ക് തന്നിട്ടുള്ളൂ. എന്നോട് പറയുന്നത് സ്ഫിയറിന്റെ ടോട്ടൽ ഫ്ലെക്സ് കാണാനാണ്. സ്ഫിയർ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പൊ ക്ലോസ്ഡ് സർഫസിലൂടെ ഉള്ള ഫ്ലെക്സ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാൽ മതി? സ്ഫിയറിനുള്ളിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ സ്ഫിയറിനുള്ളിൽ ഈ റിംഗ് മൊത്തമാണെങ്കിൽ Q/ε എന്ന് പറയാം. റിംഗ് മൊത്തമില്ല, റിംഗിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളിൽ ഉള്ളൂ. അപ്പൊ ആ ഉള്ളിലുള്ള ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്ഫിയറിനുള്ളിൽ റിംഗിന്റെ എത്ര പാർട്ട് കുടുങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ഇത് റിംഗിന്റെ സെന്ററാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ റിംഗിന്റെ ഈ സെന്ററിലേക്ക് ഒരു വര വരയ്ക്കുന്നു അല്ലെ. ഇവിടേക്ക് ഒരു വര വരയ്ക്കുന്നു. കുഴപ്പമില്ലല്ലോ, ഇല്ല. ഇനി ഈ പോയിന്റ് റിംഗിന്റെയും പോയിന്റ് ആണ്, സ്ഫിയറിന്റെയും പോയിന്റ് ആണ്. അവിടെ നിന്ന് ഞാൻ ഇതിലോട്ട് വര വരയ്ക്കുന്നു. ഇതെന്താണ്? അത് സ്ഫിയറിന്റെ സെന്റർ ആയിരിക്കും. എനിക്കതിന്ന് ഇവിടേക്ക് ഒരു വര വരയ്ക്കാം അല്ലെ. അപ്പൊ ഇത് സ്ഫിയറിന്റെ സെന്റർ ആയി, ഇത് റിംഗിന്റെ സെന്ററുമായി. ഇനി ഞാൻ ഇവ തമ്മിൽ ഒരു വര വരയ്ക്കും. ഇതൊക്കെ റേഡിയസ് ആണ്. ഈ ലെങ്ത് ഒക്കെ r ആണ്. ഇപ്പൊ ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ടായി. 2 ട്രയാങ്കിൾ ഇത് എത്ര ആയിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പോ നോക്കി മനസ്സിലാവും ഈ ടോട്ടൽ ആംഗിൾ എത്രയാ? 120 ഡിഗ്രിയാണ്. ഇതൊക്കെയാണ് മായ്ക്കാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്താ മനസ്സിലായത്? ഇത് മൊത്തം 120 ഡിഗ്രിയാണ്. അപ്പോ റിംഗിന്റെ 120 ഡിഗ്രിയാണ് സ്ഫിയറിനകത്തുള്ളത്. റിംഗ് ഇതാണ്. റിംഗിന്റെ 120 ഡിഗ്രി ഈ ഒരു ആർക്ക് കണ്ടില്ലേ? ഇതാണ് റിംഗിന്റെ 120 ഡിഗ്രിയാണ് അവിടെ ഉള്ളത്. ഇതാണ് സ്ഫിയറിനകത്തുള്ളത്. ഈ പാർട്ടാണ് സ്ഫിയറിനകത്തുള്ളത്. റിംഗിന്റെ ബാക്കി 240 ഡിഗ്രി എവിടെയാണ്? പുറത്താണ്. അപ്പൊ എൻക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ 120 ഡിഗ്രിയാണ്. മൊത്തം എത്രയാണ്? 360 ഡിഗ്രിയാണ് മൊത്തം ഉള്ളത്. അതില് 120 ഡിഗ്രി ഉള്ളില്, അതായത് ടോട്ടലിന്റെ 1/3 ഭാഗം, ടോട്ടലിന്റെ 1/3 പാർട്ടാണ് ഉള്ളിലുള്ളത്. ടോട്ടൽ ചാർജ് എത്രയാ? Q ആണ്. 1/3 ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ചാർജ് ഉള്ളിലുണ്ട്? Q/3. 1/3 ഭാഗം ഉള്ളിലുണ്ടാവും. Q/3. അപ്പൊ സ്ഫിയറിനുള്ളിൽ ഇപ്പൊ എത്ര ചാർജ് ഉണ്ട്? ഉണ്ടായിരിക്കും Q/3 ചാർജ് ഉണ്ടായിരിക്കും. ആ ഫ്ലക്സ് എത്രയാ വരിക? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. അപ്പൊ Q/3 എപ്സിലോൺ നോട്ട് ആണ് ഫ്ലക്സ്. സിമ്പിൾ. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് പ്രോബ്ലം.